എല്ലാവർക്കും നമസ്കാരം. ദശപുഷ്പങ്ങളിൽ ഒന്നായ പൂവാങ്കുറുന്തൽ എന്ന ഏകവർഷി ഔഷധിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. നമ്മുടെ ചുറ്റുമുള്ള സമതല പ്രദേശങ്ങളിലും ഈർപ്പമുള്ള റോഡരികുകളിലും ധാരാളമായി കാണപ്പെടുന്ന ഈ സസ്യം സിയാൻഡിലിയം സിനേറിയം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്നു. ഇത് ആസ്ട്രേസിയ ഫാമിലിയിൽ ഉൾപ്പെടുന്നു. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള പൂവാങ്കുറുന്തലിന്റെ രസാദി ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രസം തിക്ത കഷായ രസം. ഗുണം ലഘുരൂക്ഷ ഗുണം. വീര്യം ഉഷ്ണവീര്യം. വിഭാഗം കടുവിഭാഗം. ഇനി നമുക്ക് ഇതിന്റെ മെഡിസിനൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് ആന്റി പൈററ്റിക് പ്രോപ്പർട്ടി ഉള്ളതിനാൽ വിവിധ ഇനം ജ്വരങ്ങളിൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ ജ്വരങ്ങളിൽ നാം ഇത് ധാരാളമായി ഉപയോഗിച്ചു വരുന്നു. ഇതിന്റെ ഡയൂററ്റിക് ആക്ഷൻ മൂത്രാശയ സംബന്ധമായ രോഗങ്ങളിൽ വളരെയധികം ഫലപ്രദമാണ്. ഇതൊരു ആന്തൽമിന്റിക് കൂടി ആയതിനാൽ കൃമി രോഗങ്ങളിൽ ധാരാളമായി ഉപയോഗിച്ചു വരുന്നു. ഇതിന്റെ ആന്റി മൈക്രോബിയൽ ആക്ഷൻ വ്രണങ്ങളിലും ചർമ്മരോഗങ്ങളിലും നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. പൂവാങ്കുറുന്തലിന്റെ എല്ലാ ഭാഗങ്ങളും ഔഷധയോഗ്യമാണ്. ഇത് സമൂലം അരച്ച് നീരെടുത്ത് കഷായം വെച്ച് കുടിക്കുന്നത് പലതരം ജ്വരങ്ങളിലും മൂത്രസംബന്ധമായ രോഗങ്ങളിലും തേൾവിഷത്തിലും വളരെ ഫലപ്രദമാണ്. ചെങ്കണ്ണിൽ പൂവാങ്കുറുന്തലിന്റെ നീര് പാലിൽ ചേർത്ത് ധാര ചെയ്യുന്നത് ലക്ഷണങ്ങൾ ശമിപ്പിക്കുവാൻ വളരെ നല്ലതാണ്. ഇത്രയൊക്കെ ഗുണങ്ങൾ പൂവാങ്കുറുന്തലിനുണ്ടെങ്കിലും നാം സ്വയം ചികിത്സയ്ക്ക് പോകാതെ ഒരു വൈദ്യന്റെ നിർദ്ദേശപ്രകാരം മാത്രം ഇത്തരം ഔഷധങ്ങൾ പ്രയോഗിക്കാൻ ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.